ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് സഞ്ജുവിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാമെന്ന് വിചാരിച്ചു. കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുള്ള സഞ്ജുവിൻ്റെ ശരിക്കുള്ള മാറ്റം നമുക്ക് പ്രകടമായത് ഇപ്പോഴാണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങളെ ഞാൻ ഈ ഇരിക്കുന്ന വ്യൂ ഒന്ന് കാണിച്ചേക്കാം. വ്യൂ ഒക്കെ ഒന്ന് കാണാം, എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? നമ്മൾ അവിടെ ഇരുന്ന് ആദ്യമായിട്ടൊരു റിവ്യൂ ഇവിടെ നിന്ന് ചെയ്യാൻ പോവാം. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ സഞ്ജു ഇതുവരെയായിട്ട് കളിച്ച കളികളിൽ നിന്നുള്ള ഒരു വലിയ ഒരു ബൂമിംഗ് ആണ്. ചിലപ്പോൾ ഇൻസൈഡ് പുള്ളിയുടെ ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻസൈഡ് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ നമുക്കത് പ്രകടമായി ഇപ്പോൾ തോന്നുന്നത് ഇപ്പോഴാണ്. അത് ഈ കഴിഞ്ഞ രണ്ട് കളികളിൽ കളിച്ച ആ ഒരു ഇതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. അത്രത്തോളം വലിയ ഒരു ചേഞ്ചസ് പുള്ളി ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് ആ ഒരു പ്രത്യേക ഒരു ബാറ്റിംഗ് ഫോർമാറ്റിലേക്ക് പുള്ളി കൊണ്ടുവരുവാണ്. പുള്ളിയുടെ ഒരു ബാറ്റിംഗ് സ്കില്ല് ഞാനെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പുള്ളി ഒരു ഓഫ് ടെമ്പ് പ്ലെയറായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പുള്ളി എടുക്കുന്ന ഷോട്ടുകളൊക്കെ എന്ന് പറയുന്നത് എനിക്ക് ചിലപ്പോൾ അവസരം കിട്ടാത്തതുകൊണ്ടായിരിക്കാം, പക്ഷേ ആൾ അതിലേക്കൊക്കെ എത്തിത്തുടങ്ങി. എനിക്ക് തോന്നുന്നു ഫോമായി കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ നല്ല ഫോമിലേക്ക് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി, നമ്മുടെ മൈൻഡ്, നമ്മുടെ എന്താ പറയുക, നമ്മളെ കൊണ്ട് ചില കാര്യങ്ങൾ ഓട്ടോമാറ്റിക് നടക്കും, ഒരു പ്രോസസ്സിൽ നടക്കും. അതാണ് ചില സമയത്ത് ഈ അഭിനയത്തെ പറ്റി ലാലേട്ടനോട് ചോദിക്കുമ്പോൾ അത് ചില സമയത്ത് അങ്ങോട്ട് നടന്നു പോകും. നമ്മൾ വേറൊരു തലത്തിലേക്ക് നമ്മുടെ ചിന്തകൾ മാറിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിലൂടെ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്ത ഒത്തിരി ആൾക്കാർ നമുക്കിടയിൽ തന്നെയുണ്ട്. അപ്പോൾ ആ ഫോമിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കത് കാണാൻ പറ്റും. ഇപ്പോൾ ധോണി 148 അടിക്കണ പുള്ളിയുടെ ഫസ്റ്റ് സെഞ്ചുറി 148ആണ് പാകിസ്ഥാനെതിരെ. ആ കളിയിൽ മാത്രം പുള്ളി എടുത്തൊരു ഷോട്ടുണ്ട്. ആ ഫോമിൽ നിന്ന സമയത്ത് പുള്ളി ഇങ്ങനെ ഓഫ് ടെമ്പ് കവർ ചെയ്ത് ബാക്കിലേക്ക് ഒരു മെറീലിയർ ഷോട്ട്, ഡഗ്ലസ് മെറീലിയർ ഷോട്ട് എന്ന് പറയുക. ആ ഒരു ഷോട്ട് പുള്ളി ആ പ്രാവശ്യം മാത്രമേ കളിച്ചായിട്ട് ഞാൻ കണ്ടുള്ളൂ. പിന്നെ എവിടെ അത് കളിച്ച് സക്സസ് ആയെന്ന് ഞാൻ കണ്ടില്ല, കളിച്ചെന്ന് പോലും ഞാൻ കണ്ടില്ല. പക്ഷേ അത് സക്സസും കൂടിയായിരുന്നു. അത് ചില ഫോമിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നടക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ പുള്ളി അതെന്തായാലും നന്നായിട്ട് കഴിഞ്ഞ പ്രാവശ്യം അത് കളിച്ചു. ആ ഓഫ് ടെമ്പിലെടുത്ത ആ ഒരു ഷോട്ട്, അതിനു മുന്നേ ആ എക്സ്ട്രാ കവർ ഷോട്ടുകൾ ആ ബോൾ സെയിം ബോൾ എടുക്കാറുണ്ടെങ്കിൽ ഈ സമയത്ത് എടുത്തിരിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഷോട്ട് തന്നെയായിരുന്നു. അത് ഞാൻ പറയുകയും ചെയ്തു, ആ ബോളർ വരെ ഞെട്ടിപ്പോയി ഇങ്ങനെ ഒരു ഷോട്ട് സഞ്ജു എടുത്തപ്പോൾ. അപ്പോൾ ഈ സഞ്ജുവിൻ്റെതായിട്ടുള്ള ബാറ്റിംഗ് സ്കില്ല്, ഒരു ഹിറ്റിംഗ് സ്കില്ല് എന്ന് പറയുന്നത് അത് യുണീക്കാണ്. അത് ലോകത്ത് വേറെ ആർക്കും ഉണ്ടാവണമെന്നില്ല. അതിലൂടെ തന്നെ പല പ്രശ്നങ്ങളും വന്നപ്പോഴും തൻ്റെ ഫോം, സഞ്ജുവിൻ്റെ ആ ഒരു ബാറ്റിംഗ് രീതി മാറ്റിയാൽ ചിലപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് ചിലപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ഇതേപോലെ ആ ഒരു ഹിറ്റിംഗ് സംഭവം കയ്യിലുണ്ടാകണമെന്നില്ല. അതുകൊണ്ടായിരിക്കാം പുള്ളി അത് മാറ്റാഞ്ഞത്. പുള്ളിയുടെ പലരും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. ആ ബാറ്റിംഗ് പുള്ളിയുടെ ഫാദർ പോലും പറഞ്ഞിട്ടുണ്ട് ബാറ്റിങ്ങിൻ്റെ ശൈലി മാറ്റാനായിട്ട്. അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ പുള്ളിയുടെ ഈ ഒരു സ്കില്ല് കയ്യിലുണ്ടാകണമെന്നില്ല. അതുകൊണ്ടായിരിക്കാം മാറ്റാണ്ടിരുന്നത്. പക്ഷേ അത് മാറ്റാണ്ടിരുന്നത് നന്നായി. ഇപ്പോൾ അതിൻ്റെ സമയം എത്തി, അതിൻ്റെ എല്ലാ കാര്യങ്ങളും എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അങ്ങോട്ട് കൊടുത്തേച്ചാൽ മതി. കാര്യം ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിൻ്റെ ഒരു ബാറ്റിംഗ് കോംബോ, സഞ്ജുവിൻ്റെ ആ ഒരു പെർഫോമൻസ്, ബാക്കി വരുന്ന ലെഫ്റ്റ് ഹാൻഡേഴ്സിൻ്റെ ആ ഒരു പെർഫോമൻസ്, ഇതെല്ലാം കൂടി വരുമ്പോൾ വേറൊരു തലത്തിലേക്കാണ് ഇന്ത്യൻ ടീമിനെ തന്നെ കൊണ്ടുപോകുന്നത്. എസ്പെഷ്യലി സഞ്ജു അതിൽ ഹൈലൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ആരേക്കാളും സിക്സർ സ്കില്ല് അത് നിസ്സാരൊരു സംഭവമല്ല. ഇപ്പോൾ ഏതൊരു ബോളർക്കും ചില പ്രശ്നങ്ങൾ, ലോ ഫോൾസ് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ സംഭവിക്കുന്ന ഒരു 6 ബോളറിന് കഴിഞ്ഞാൽ എല്ലാ ബോളും ഒരേപോലെ വരികയില്ല. അതിലൊന്നോ രണ്ടോ ലൂസ് ബോൾസ് വരാറുണ്ട്. അപ്പോൾ സഞ്ജുവിനെ പോലെ ഒരാൾ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലൂസ് ബോൾ 2 സിക്സാണ്, അതിൽ വലിയ സംശയങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ സഞ്ജു ഇപ്പോൾ ഈ നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് ഇനി എന്തായാലും കുറച്ചും കൂടി പ്രോഗ്രസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടി ഒരു സാഹചര്യം വരുമ്പോൾ ഒരു ഓവറിൽ തന്നെ 3-4 സിക്സൊക്കെ അടിക്കുന്ന രീതികൾക്ക്, എല്ലാ ബോളറെയും അടിക്കുന്ന ഒരു രീതികൾക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിനും പേഴ്സണലി സഞ്ജുവിനും കേരള ക്രിക്കറ്റ് അസോസിയേഷനും കേരള മലയാളികൾക്കും ഒത്തിരി നല്ല അടിപൊളി നിമിഷങ്ങളായിരിക്കും ചിലപ്പോൾ വരാൻ പോകുന്നത്. ഒന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ഈ ചേഞ്ചസ്, ഈ മാറ്റങ്ങൾ ഓരോ ആൾക്കാരുടെ ഉള്ളിൽ നടക്കുന്നത്, ഓരോ കാര്യങ്ങളിൽ നടക്കുന്നത് ചില ചെറിയ നിമിഷങ്ങൾ കൊണ്ടാണ്. നമ്മൾ ഇന്ന് കാണുന്ന പല ആൾക്കാരും ചിലപ്പോൾ നാളെ അവരിങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ ഇന്ന് സിനിമയിൽ വന്ന് തിളങ്ങിയ ഒത്തിരി ആൾക്കാർ അവരുടെ കുറച്ച് നാളത്തെ ലൈഫ് എന്ന് പറയുന്നത്, മുന്നേയുള്ള ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ലെവലേ ആയിരുന്നിരിക്കണമില്ല. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തിയതിന് ശേഷം ഇപ്പോൾ ജോജു ജോർജ്, ടോവിനോ തോമസ്, നിവിൻ പോളി, ഇവരുടെയൊക്കെ ലൈഫ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഓരോ ആൾക്കാരും ഓരോ സമയത്തുള്ള ഒരു മാറ്റം, അവർ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ആ ഒരു ചെറിയ ഒരു പോയിന്റ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത ഒരു വളരെ വലിയൊരു ഔട്ട്റേജ് തന്നെയായിരിക്കും. അത് എന്തായാലും സഞ്ജുവിന് നടക്കാൻ പോവുകയാണെന്നുള്ളതാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത്. കണ്ടിന്യൂസ് ആയിട്ടൊരു 3-4 കളിയും കൂടി വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതും കൂടി വന്നു കഴിഞ്ഞാൽ എന്തായാലും വേറെ ലെവലിൽ പൊളിക്കുന്നുണ്ടാവും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഗ്രോത്ത് അത് നല്ല ഒരു വലിയ വളർച്ച തന്നെയാണ്. ഇതിൻ്റെ അപ്പുറം ഒരു ചാൻസ് ഇനി വരാനില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും സഞ്ജുവിൻ്റെ ഇതുവരെയുള്ള കരിയറിലെ ഏറ്റവും വലിയ ഒരു മാറ്റത്തിന് തുടക്കമാകാൻ പോവുകയാണ്. തുടങ്ങിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ പല തരത്തിലുള്ള ഒരു സ്ഫോടനങ്ങൾ നമ്മൾ എല്ലാവരും കാണാൻ സാധിക്കാനുള്ള സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നല്ല സൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് സൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നല്ല സൗണ്ട് ഉണ്ട് ഇവിടെ.
അപ്പോൾ ബാക്കി ഭംഗി കാണാൻ താല്പര്യമുള്ള ആൾക്ക് ഈ വീഡിയോ ബാക്കി കുറച്ചും കൂടി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ സ്ഥലം ഒന്ന് കാണും. ഇത് ദുബായിലൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ചെയ്തത് എന്നാണ്ട് ഇവിടെ ഇരുന്നിട്ടാണ്. ഇവിടെ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഞാൻ വെറുതെ നടക്കാനായിട്ട് രാവിലെ ഒന്ന് വർക്കൗട്ട് ചെയ്യാനൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോഴാണ് ഇവിടെ ഇങ്ങനൊരു സെറ്റപ്പ് കണ്ടത്. അപ്പോൾ പിന്നെ ആലോചിച്ചു എന്നാൽ പിന്നെ ഇവിടെ തന്നെ ആയിട്ട് പടപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചു. അവിടെ പടപ്പിച്ചു കണ്ട് അവിടെ വീടൊക്കെ ഉണ്ട്. ഇവിടെ ഇതിനു മുന്നേ വന്നപ്പോൾ കഴുതകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 5-6 കഴുതകൾ ഇവിടെ വന്ന് വെച്ചത് ഇവിടെ ഇതിൽ തലയൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒലിപ്പിച്ച് നിന്നായിരുന്നു. പക്ഷേ അന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല. അല്ലെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്തേനെ. എൻ്റെ അതിൽ നിന്ന് പോയി ഡിലീറ്റ് ആയിട്ട്. അപ്പോൾ ഇവിടെ ഇരുന്നാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തത് കേട്ടോ. ഇതാണ് നമ്മുടെ സാമഗ്രികൾ. മറ്റൊരു ഫോണുണ്ട്, ഇത് വേറെ ഫോണാണ്. നല്ലൊരു ഏരിയയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ. ഇതൊരു പോലീസ് സ്റ്റേഷനാണ് വരുന്നത്. ഓക്കെ, അത് കാണുന്നൊരു പോലീസ് സ്റ്റേഷനാണ്. പിന്നെ നല്ലൊരു ഏരിയയാണ്. ഇവിടെ കഴിഞ്ഞ ദുബായിൽ മഴ പെയ്ത സമയത്ത് ഇവിടെ അങ്ങനെ തുടങ്ങിയ ഒരു വെള്ള ഒഴുക്കാണ് ഈ കാണുന്നത്. ഇവിടെ അന്ന് ഭയങ്കര, ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുന്ന സമയത്ത് ഒത്തിരി നല്ല ഒഴുക്കായിരുന്നു. ഇപ്പോൾ അത് കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ആ മലമേളിയിൽ നിന്നുള്ള വെള്ളമാണ് ഇങ്ങോട്ട് വരുന്നതെന്നുള്ളതാണ് ഇവർ പറയണത്. എന്നിട്ട് നല്ല വലിയ രീതിയിലുള്ള ഒരു വെള്ളം ഈ ഫുള്ള് ഈ ബോർഡറിൽ തന്നെ ഇങ്ങനെ വെള്ളം ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഈ അറ്റം തുടങ്ങി അറ്റം വരെ അത്രയും എന്താ പറഞ്ഞത്, കട്ടിയായിട്ട് അത്രയും ഹെവി ആയിട്ടുള്ള ഒരു ഫ്ലോ തന്നെയായിരുന്നു. പക്ഷേ അത് കുറഞ്ഞ് ഇപ്പോൾ ഇത്ര 6-7 മാസമായില്ലേ വെള്ളം മഴ പെയ്തിട്ട്. അതിന് ശേഷം കുറഞ്ഞ് ഇപ്പോൾ ഇവിടെ ഇത്രയൊക്കെ ആയി. ഇപ്പോൾ ഇത്രയും വരെ എത്തി നിൽക്കുകയാണെന്നുള്ളതാണ് റിപ്പോർട്ട്. കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇവർ JCB കൊണ്ടുവന്നിട്ട് ഇവിടെ പിന്നെ റൂട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ വെള്ളം ഒഴുകാനുള്ള. മീനുണ്ട് കേട്ടോ, ചെറിയ മീനൊക്കെ ഉണ്ട്. പള്ളത്തിയോ, എൻ്റെ കർത്താവ് ദുബായിൽ പള്ളത്തിയോ. പഴയ പരിപാടിയായിട്ട് വട്ടവലയും ഇതൊക്കെ ഇട്ട് ഇറങ്ങേണ്ടി വരുമെന്ന് തോന്നണേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോകുന്നു. ഇതിപ്പോൾ ചെറുതാണ്, പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴൊക്കെ വലുതായിരുന്നു. അപ്പോൾ ഇത് എവിടെയാണ് നമ്മൾ ഇരുന്ന സ്ഥലം ഇതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഏരിയയാണിത്. അപ്പോൾ ഇവിടെ സൂ ഒക്കെ വരാൻ പോകണമെന്ന് പറഞ്ഞു കേട്ടു. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്, ആൾക്കാർ മറ്റേ ഇതൊക്കെ കരിച്ച് കഴിക്കണമെന്ന് തോന്നുന്നു. ചുട്ട കോഴീനെ പറപ്പിക്കുന്ന സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, ഇത് ഇവിടുത്തെ RTA, റോഡ് ട്രാഫിക് അസോസിയേഷനിലല്ലോ, RT എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഈ ബസ്സിൽ ആരും ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിവിടുന്ന് പോകുമ്പോഴൊക്കെ നമ്മളാരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ നമ്മുടെ നാട്ടിലെ ഈ കുഗ്രാമങ്ങളിൽ മറ്റേ കോഴീനെയും കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ ആയിട്ട് വാഴക്കൊലയൊക്കെ ആയിട്ട് ചില ആൾക്കാർ ടൗണിലേക്ക് പോകുന്ന പോലത്തെ ഒരു സംഭവമാണ്. അങ്ങനെയല്ല എങ്കിൽ ഞാൻ പറയാം, ഇവിടെ അങ്ങനെ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ഏരിയ, വളരെ കുറച്ച് ശാന്തമായിട്ടുള്ള സ്ഥലം. ഓക്കെ, ക്ലാരിറ്റി, ക്യാമറേൻ്റെ ക്ലാരിറ്റി കുറവുണ്ടാവും.